വെക്കാസ്റ്റേ പുതിയ കോൺസെപ്റ്റാണ്. ടൂറിസത്തിൻ്റെ ഗ്രോത്തിന് അത് വലുതായിട്ട് സഹായിക്കും. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് വെക്കാസ്റ്റേയെ കാണുന്നത്. ഞാനും നിഖിലും കൂടി സംസാരിക്കായിരുന്നത് ശരിക്കും വെക്കേസ്റ്റേ ആണോ അത് വെക്കാസ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. മുതലാളിമാരുടെ ആഗ്രഹം അത് വെക്കേസ്റ്റേ എന്നുള്ളതായിരുന്നു. അപ്പോൾ വെക്കേസ്റ്റേ എന്ന് പറഞ്ഞു തന്നെ ഞാൻ തുടങ്ങാം. പക്ഷേ എനിവേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. സോ ഒരു 9999 പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്. വെരി അട്രാക്റ്റീവ്. അപ്പോൾ ഇതിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണ്. So let me be the second legacy to take the membership. Veka Stay should be here to stay. A very special guest is very special in so many things like നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത ഉള്ള ഒരാളാണ്. വർഷങ്ങളായിട്ട് നമ്മളെ ആയിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരാളാണ്. ചിലപ്പോൾ നേരിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും പറ്റാറില്ലെങ്കിൽ നിങ്ങൾ ടെലിവിഷനിലൂടെയോ സിനിമകളിൽ കൂടിയോ ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നിങ്ങളുമായിട്ട് സംവദിക്കാറുണ്ട്. റിയാലിറ്റി ഷോകളിൽ കൂടെ സംവദിക്കാറുണ്ട്. എത്രയോ ഡിക്കേഡ്സ് ആയിട്ട് മലയാള സിനിമയുമായിട്ട് അദ്ദേഹം ഡയറക്റ്റ്ലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനും അദ്ദേഹത്തിന് കുറേ പ്രിഫിക്സസ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനം തരുന്ന കുറച്ച് പ്രിഫിക്സസ് ആണ്. അത് മറ്റൊന്നുമല്ല, ഓണറബിൾ സെൻട്രൽ മിനിസ്റ്റർ of Petroleum, Natural Gas and Tourism of India. Ladies and gentlemen, boys and girls, I would like to welcome the one and only. He will be a central minister for all of us, but above all, he's our superstar for all time, through all seasons. I would like to call upon Sri Suresh Gopi sir to this dais. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രിയെ ലോകത്ത് ഒരു മലയാളിക്ക് ഏട്ട എന്ന് വിളിക്കാൻ ധൈര്യത്തോടെ പറ്റുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് വെക്കാസ്റ്റേ കൾച്ചറിന്റെ ഇതിന്റെ ഒരു പാക്കേജ്, ഈ ഒരു എന്താ പറയുക ഹോളിഡേ പാക്കേജിന്റെ ഉദ്ഘാടനം, അതിന്റെ ഒരു ലോഞ്ച്, ആ ഒരു പാക്കേജിന്റെ ലോഞ്ചാണ് സുരേഷ് ചേട്ടനുടെ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ആ സർപ്രൈസ് തന്നെ നോക്കാം. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് സുരേഷ് സാറിന്റെ വാക്കുകളിലേക്ക് പോകാം. കുടിക്കേണ്ട റിമോട്ട് ഫോർ ദാറ്റ് ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള റെഡിയാണോ? അതായത് ഞാൻ എൻ്റെ മനസ്സിൽ നമുക്ക് ഹോളിഡേ പാക്കേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒരു മിനിമം 50,000 1 lakh ഒരു പാക്കേജ് ഒക്കെ ആയിരിക്കും ടൂർ പാക്കേജ് എന്നൊക്കെ വരുന്നത്. ഇവിടെ അറൌണ്ട് 10,999 പ്ലസ് GST ഒരു ടൂർ പാക്കേജുമായിട്ടാണ് വർക്ക് കൾച്ചർ വന്നിരിക്കുന്നത്. ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സുരേഷ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ടൂറിസം മന്ത്രി കൂടിയാണ്. ടൂറിസത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ പല പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് സുരേഷിൽ നിന്ന് തന്നെ കേൾക്കാം. ഈ പാക്കേജ് ഞാൻ മനസ്സിലാക്കി വെച്ചത്, ഈ പാക്കേജ് 9,999 എന്നൊരു പാക്കേജ് 3 വർഷത്തേക്കുള്ള പാക്കേജാണ്. 3 വർഷത്തേക്കുള്ള പാക്കേജാണ്. അത് കപ്പിൾസ് ആയിട്ട് അങ്ങനെയും പാക്കേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് പാക്കേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് ഇത് 9,999 പ്ലസ് GST ആണ് അതിന്റെ ടോട്ടൽ എമൗണ്ട്. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് ഈ ട്രിപ്സ് ട്രാവൽ അവൈൽ ചെയ്യാം. അതിപ്പോൾ ആസ് ഓഫ് നൗ വയനാട്, ഊട്ടി, മൂന്നാർ ഈ സ്ഥലങ്ങളിലാണ് അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് അവർക്ക് ഉള്ള റിസോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ വർഷവും ഈ പാക്കേജ് ചെയ്യാം. അതിന് 3 years ആണ് ഇതിന്റെ വാലിഡിറ്റി. ഇതാണ് ഈ പർട്ടിക്കുലർ വെക്കേസ്റ്റേ കൾച്ചറിന്റെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതൊരു തുടക്കമായിരിക്കാം. ഇതിൽ നിന്ന് പുതിയ ഇതിലോട്ട് വരും തീർച്ചയായും. ഗുഡ് ഈവനിങ്, നമസ്കാരം, സ്വാമി, ഭാവന, പിന്നെ
latest sensation. എല്ലാവർക്കും നമസ്കാരം. രവിചേട്ടൻ, ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അവരുടെ വാഹനം, ഉമ്മ, അമ്മ, എല്ലാവർക്കും പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. വെക്കാസ്റ്റേ പുതിയ കോൺസെപ്റ്റാണ്, പക്ഷേ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്കിതിന് മുമ്പ് വന്നിട്ടുണ്ട്. പല ഹോളിഡേയ്സ് അല്ലേ, ഏതായാലും മഹീന്ദ്ര ഹോളിഡേയ്സ് ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ 20 വർഷം 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് ആണ്. തുടക്കം തന്നെ 2 lakhs, 5 lakhs, ഓരോ റേഞ്ചിനും ഓരോ പാക്കേജിനും ഓരോ ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ടതിൻ്റെ പണം നൽകി ഭാഗമാകാൻ കഴിഞ്ഞ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചതാണ്. പക്ഷേ ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അഡപ്പടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടുമടുത്തു പോയ, ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറേ മോഡ്യൂൾസ് ഉണ്ട്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയ ഒരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിൻ്റെ പ്രയാണത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത്. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിലുണ്ടാവും, പക്ഷേ അവരുടെ പ്രൊജക്ഷൻസിൽ ഉണ്ടാവില്ല. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നതാണ്. കോവിഡിന് ഒരുപക്ഷെ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ചയുണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ്. നമുക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സ് ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള, തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം ഒക്കെ സ്കെയിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർക്കുക. ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുന്നു. ഫേവററ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ഞാനിവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിലാണെങ്കിൽ അതിനുവേണ്ടി വോട്ട് ചെയ്യണം. അപ്പോൾ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഗ്രോത്തിന് അത് വലുതായിട്ട് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെപ്പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാഴ്ച. അതാണ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കഞ്ചഷൻ,
അപ്പോൾ ഡീകൺജഷൻ എന്ന് പറയുന്നതും വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡ്യൂളിന് ആ സസ്റ്റൈനബിലിറ്റി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺജഷൻ. അപ്പോൾ ഇത് സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഇനി മാരിയറ്റിൻ്റെയും ഹയാത്തിൻ്റെയൊക്കെ ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇതൊന്നുമല്ലാതെ വെള്ളത്തിൻ്റെ ശുദ്ധജലം, അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായാലും, അതുപോലെ തന്നെ പവർ, ഇതിൻ്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്കേപ്പ് പൊളിച്ചുകൊണ്ട് പുതിയ ആനന്ദം, ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള കോപ്പ് നമുക്ക് നൽകാൻ സാധിക്കണം. മുദ്രാ ലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ വെക്കാസ്റ്റേയെ കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം, അതും ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വരണം, പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. വെക്കാസ്റ്റേക്ക് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കമേകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. വെക്കാസ്റ്റേ ഷുഡ് ബി ഹിയർ ടു സ്റ്റേ, ടു എന്റർടൈൻ us. വെക്കാസ്റ്റേ കൾച്ചറിന്റെ ലോഗോ ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട ഭാവനയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെക്കാസ്റ്റേ കൾച്ചറിന്റെ ലോഗോ ലോഞ്ച് ചെയ്യാനായിട്ട് വെക്കാസ്റ്റേ കൾച്ചറിന്റെ ലോഗോയുടെ ലോഞ്ചാണ്. ഭാവന, ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഭാവന സംസാരിക്കുന്നതിന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമില്ലേ, ഈ കോമ്പിനേഷൻ നമ്മൾ സിനിമയിൽ ഏതില്ല ലാസ്റ്റ് കണ്ടിട്ടുണ്ടോ ഇല്ലേ, പെട്ടെന്ന് ആലോചിച്ച്. ഞങ്ങൾ ചിന്താമണി ആണ്. അതെ, 2020 എന്തെങ്കിലും പക്ഷെ നമ്മൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷേട്ടൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വരികയാണ്. ഒരുപാട് സന്തോഷമായിട്ടും സുരേഷേട്ടൻ്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്ക് ഷൂട്ടിലായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനും നിഖിലും കൂടി സംസാരിക്കുകയായിരുന്നത് ശരിക്കും വെക്കേസ്റ്റേ ആണോ അത് വെക്കാസ്റ്റേ ആണോ, ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. പക്ഷേ എനിവേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ്. സോ ഒരു 9999 പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്, വെരി അട്രാക്റ്റീവ്. സോ ഇത് 3 വർഷത്തിൽ 3 സ്റ്റേ ആണ്. അതും ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു അവസരമുണ്ടാക്കി അപ്പോൾ കുറേ ഒത്തൻറ്റിക്കായിട്ട് സുരേഷായിട്ട് സംസാരിച്ചു, നമ്മുടെ ടൂറിസം പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതൊരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഇങ്ങനെ ഒരു ഇവൻറ്റിന് എനിക്ക് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭാവനടുത്ത് ഞാൻ പെട്ടെന്ന് ആ ചിന്താമണിയിലെ നായകൻ എന്തെങ്കിലും പറയാനുണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന്.
ചിന്താമണിയിൽ നായകനാണെന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല. ചിന്താമണി കൊലക്കേസല്ലേ, ഞാൻ മരിച്ചു പോയല്ലോ. ചിന്താമണിയുടെ പോസ്റ്റ്മോർട്ടത്തിന് എത്തുന്ന ആളാണ്. അതെ. ലീഗൽ പോസ്റ്റ്മോർട്ടം. അതെ, നമ്മള് ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്ന കോമ്പിനേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്കൊന്നും ഇല്ല. ചിന്താമണി LK എന്ന സിക്വൽ വരുമ്പോൾ ഒരു വിഷമം അതിനകത്ത് മണ്ണടിഞ്ഞു പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാനും ഒക്കത്തില്ല എന്നുള്ളതാണ് അല്ലേ? വേണമെങ്കിൽ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അനിയത്തിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അന്നേരവും DNA ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? ഞാൻ മെയിൻലി ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടർ, ആ ഒരു ലെഗസി ഇപ്പോഴും നമ്മൾ കമ്മീഷണർ പോലെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അതിൽ. I would like to call upon Sri Pattabhiraman sir, the one man behind the Kalyan Group, to kindly come over. ഇതിലെ ലെഗസി കാർഡ്, ഈ പർട്ടിക്കുലർ പാക്കേജിന്റെ ഒരു കാർഡ് ഉണ്ട്. ആ കാർഡിന്റെ ലോഞ്ച് ആണ് എടുത്തത്. അതാണ് പട്ടാഭിരാമൻ സാറ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഇതിൽ രജിസ്റ്റർ ആവുന്ന എല്ലാവർക്കും ഈ കാർഡ് കിട്ടും. ദിസ് ഇസ് എ ലെഗസി കാർഡ് ഫോർ ദ പാക്കേജ്. ലെഗസി ഫസ്റ്റ് മെമ്പർ നിഖിലയാണ് എന്ന് കൂടി അതിൽ കാണിച്ചിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മേജർ രവി സാർ, റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. വക്കാസ്റ്റി കൾച്ചറിന്റെ ആപ്പിന്റെ ലോഞ്ചാണ് ഇവിടെ മേജർ രവി സാർ ആദ്യം ചെയ്യാൻ പോകുന്നത്. So we're going to have the launch of the app. ഭാവന ഒരു സംശയം പറഞ്ഞിരുന്നു, ഇത് വെക്കാസ്റ്റി ആണോ വെക്കേസ്റ്റി ആണോ എന്ന്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെക്കേഷൻ സ്റ്റേ, ബട്ട് ഇറ്റ് സൗണ്ട്സ് വെൻ യു സേ വെക്കാസ്റ്റി, യുനോ, rather than saying vacastry, it will be better if we say vacastry. So we decide to call it as vacastry. Anyway, I'm a person, ഞാൻ കുറേ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. അത് പൈസ കൊടുക്കാതെ തന്നെ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം പട്ടാളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. When you travel and enjoy your vacations, that's the time your BP becomes normal. You're in a different positive vibe. You don't think anything negative. You're just enjoying. So this youngsters, this venture, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. പലപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ ഇതുപോലെ മെമ്പർഷിപ്പ് എടുക്കും. ബട്ട് ദെൻ ബിക്കോസ് ഓഫ് ദ ബിസി ഷെഡ്യൂൾ ഓഫ് അവർ ലൈഫ് നമുക്ക് പലപ്പോഴും പോകാൻ പറ്റാതെ ആവുന്നുണ്ട്. പക്ഷേ എങ്കിലും ഐ ആം റെഡി ടു ടേക്ക് ദ മെമ്പർഷിപ്പ് സിൻസ് നിഖില ഹാപ്പൻ ടു ബി ദ ബ്രാൻഡ് അംബാസിഡർ. ഐ തിങ്ക് യു ആർ ദ ബ്രാൻഡ് അംബാസിഡർ. ഫസ്റ്റ് ലെഗസി. So let me be the second legacy to take the membership, and I will just follow her. And I wish all the best to the entire team, and it's a positive thing. And since our Minister for the Tourism is also here, so for next 5 years, you should take the complete support from him. So anyway, wish you all the best. Thank you so much. God bless you all. Jai Hind. Ladies and gentlemen, round of applause to welcome Nikhila Vimal. ഒരു ഗംഭീര കയ്യടി. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം നേടിയ കലാകാരി. അപ്പം നിഖിലയിൽ ഇവിടെ ഉള്ളത് വെച്ചാൽ നിഖിലയാണ് ഇതിന്റെ നേരത്തെ നമ്മൾ കണ്ടു, ഒരു ലെഗസി മെമ്പറാണെന്ന് കണ്ടു. അപ്പോൾ നിഖിലയോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ഇതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനെ മൊത്തം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. And that's the first purchase of this card, the legacy card, a package to Nikhila Vimal from the director board members of Wakaste Culture.
താർ റോക്സ്. മഹീന്ദ്ര താർ റോക്സ് അവൈറ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന 5000 പേരിൽ നറുക്കിട്ട് കിട്ടുന്ന ഒരു വിജയ്ക്ക് നിഖിലയ്ക്കല്ല, നിഖിലയ്ക്കും ആവാം. അതായത് ആദ്യം 5000 രജിസ്റ്റർ ചെയ്യുന്നവരിൽ ലക്കി ഡിപ്പിൽ ഒരാൾക്ക് താർ റോക്സ് കൊണ്ടുപോകാം. നിഖിലയ്ക്ക് ലൈസൻസ് കിട്ടിയെന്നല്ലേ? എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ, ഭാവന ചേച്ചി, രവിചേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. ഭാവന ചേച്ചി ഞാനും ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഇവൻറ്റിൽ ഞാൻ ഇവരുടെ കൂടെ പങ്കെടുക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. വക്കാസ്റ്റേ എന്നാണ് ഇവിടെ പറഞ്ഞതെങ്കിലും മുതലാളിമാരുടെ ആഗ്രഹം അത് വെക്കേസ്റ്റേ എന്നുള്ളതായിരുന്നു. അപ്പോൾ വെക്കേസ്റ്റേ എന്ന് പറഞ്ഞു തന്നെ ഞാൻ തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ ബിസി ലൈഫിൽ നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സമയങ്ങളിലൊക്കെ യാത്ര നമ്മളെ എനർജൈസ് ചെയ്യും, നമ്മളെ റിഫ്രഷ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഒരു ഫാമിലീനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 പേര് പോവുക അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ചിലവാകും. അതൊരു വർഷത്തിൽ ഇത്രയും പൈസ ചിലവാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലീനെയൊക്കെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സമയത്താണ് വെക്കേസ്റ്റേ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്ന, ഒരു ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിയിൽ 9999 റുപ്പീസ് എന്നാണ് ഈ സ്റ്റേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണ്. അത് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണെങ്കിൽ ഒരു വർഷത്തിൽ 3 സ്റ്റേ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ വെക്കേസ്റ്റേ ഇത് നമുക്ക് ഈ അവെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ആപ്പുണ്ട്, ആപ്പ് ത്രൂ അവെയിൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇനി ഇത് എടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ഓഫർ ഉള്ള സ്ഥിതിക്ക് ഇത് ഒരുപാട് പേര്, ഞാൻ ചോദിച്ചു നേരത്തെ, ഇപ്പോൾ ഇത് എയർബിഎൻബിയിലോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലൊന്നും ഇടുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ സ്റ്റേ ഓൾറെഡി ഒരുപാട് പേരെടുക്കും, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഇതുപോലൊരു ലോഞ്ച് നടത്തി ഇവരൊരു 5 പേര് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ട് പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മെമ്പറാണ്, അതുപോലെ എനിക്ക് ശേഷം വരുന്ന 5000 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്ക് താറ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആര് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് വെക്കേഷനും എൻജോയ് ചെയ്യാം, മേ ബി നിങ്ങൾക്ക് ഒരു താറിലും പോകാൻ പറ്റും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് നിഖില. അതായത് ഇനി 5000 ഇല്ല, ഇനി 4999 ഉള്ളൂ. ഒരെണ്ണം ഓൾറെഡി പോയി. പക്ഷെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, അതിവിടെ പറയാതിരിക്കാൻ വയ്യ. നമ്മളൊരു സാധാരണ റിസോർട്ടിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ മിനിമം ഒരു 6000-7000 രൂപ ഒരൊറ്റ സിംഗിൾ സ്റ്റേക്ക് തന്നെ ഒരു ചെറിയ ഫാമിലിക്കാവും അല്ലെങ്കിൽ ഒരു കപ്പിളിനാണെങ്കിലാവും. ഇവിടെ 3 വർഷത്തേക്കാണ് ആ പാക്കേജ്. ആ 3 വർഷത്തിൽ നിങ്ങൾ 3 പ്രാവശ്യം ഓരോ വർഷവും യൂസ് ചെയ്യാം. അതിന്റെ ടോട്ടൽ ഫീ ആണ് 9999 പ്ലസ് GST എന്ന് പറയുന്നത്. അപ്പം ഒരു ഗംഭീര കൈയടി ഫോർ ദ ടീം ബിഹൈൻഡ് വക്കാസ്റ്റേ കൾച്ചർ. വി വിൽ വൈൻഡ് അപ്പ് വിത്ത് എ ഫോട്ടോ ഷൂട്ട് വിത്ത് ദ ഡ്രീം ടീം. അവർ നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ കൂടെ നിന്ന് ഭാവനയും നിഖിലും എല്ലാം കൂടെ ചേർന്ന് ഡയറക്ടർ ബോർഡ്സ് ഒരു ഫോട്ടോഷൂട്ടിലൂടെ നമുക്ക് ഈ ഒരു വക്കാസ്റ്റേ കൾച്ചറിന്റെ ഈ ലോഞ്ച് നമുക്ക് പൂർണ്ണമാക്കാം. ഒരാളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാള സിനിമയിൽ ഈ ഒരു അടുത്തൊരു 4-5 വർഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത ലോഹം സിനിമ മുതൽ വളരെ ഗംഭീരമായ ക്യാരക്ടേഴ്സ് ഇട്ട് നമ്മുടെ കൂടെ വയ്ക്കുന്ന വിനീതനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഗംഭീര കയ്യടി. ഗംഭീര ആർട്ടിസ്റ്റാണ്. സിനിമ 2 ഫ്രെയിം കണ്ട ആൾക്ക് പോലും മനസ്സിലാവും മലയാളത്തിലെ. അതോടൊപ്പം തന്നെ I would like to call upon GCC India Trade Ambassador Shiaz Hassan to kindly come over to the stage. A round of applause to this gentleman. Play your rhythm sticks. He's a GCC India Trade Ambassador. Just as you
അതോടൊപ്പം തന്നെ ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ മലയാള സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാമായ ശ്രീ വാതുക്കെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Let's hear from Sri Shiaz Hassan. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, മറ്റ് വിശിഷ്ടാതിഥികൾ, 2 കാരണങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ സ്പെഷ്യലാവുന്നത്. ഒന്ന്, ഏകദേശം 3.5-4 വർഷം കൊണ്ടുള്ള ഇവരുടെ ഹാർഡ് വർക്കാണ് ഇന്നിവിടെ സാധ്യമായത്. ഇതിൽ 2-3 പേർ 2-3 വർഷത്തോളം ഇതിൻ്റെ പുറകെ ഹാർഡ് വർക്കായിട്ട് റിസർച്ചിനും ഇവരുടെ സ്വന്തം റിസോർട്ടുകളിലാണ് ഈ വെക്കാസ്റ്റേ സാധ്യമാവുന്നത്. പുറത്തുനിന്നുള്ളതല്ല, സ്വന്തം റിസോർട്ടുകളാണ്. ഈ വെക്കാസ്റ്റേയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കോവിഡിന് ശേഷം 2023 2 കോടിക്ക് മേളിൽ ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇനിയുള്ള വർഷങ്ങളിൽ അത് കൂടുക തന്നെ ചെയ്യും. ഇവരുടെ വിജയത്തിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ഷിയാസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. കാര്യം വെക്കാസ്റ്റയുടെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതാണ്. കുറേ കാര്യങ്ങൾക്ക് അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ് സുരേഷേട്ടൻ. അതുപോലെ ടിപ്പുവും ഷിയാസും ഇപ്പോൾ നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നരിവേട്ട എന്ന് പറഞ്ഞ. അപ്പോൾ സിനിമാ ഫീൽഡിലോട്ടും കൂടി അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെക്കാസ്റ്റ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു ബാദുക. വിനീത. നമസ്കാരം. വെക്കാസ്റ്റേ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, സ്റ്റാഫുകളായാലും ഇതിൻ്റെ പാർട്ട്നേഴ്സായാലും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മൂന്നാറടുത്ത് രാജാക്കാട് ഞാൻ സുബിനൊക്കെ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. രാവിലെ വെക്കാസ്റ്റേരെ തന്നെ താറും കൊണ്ട് ഞങ്ങളൊരു ഓഫ് റോഡും പോയി. അതൊരു അനുഭവമായിരുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും. ഓക്കെ.